ബോയിങ് സ്റ്റാർലൈനർ ഭ്രമണപഥത്തിലെത്തി സഞ്ചാരികളെ സ്വാഗതം ചെയ്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഫ്ലോറിഡയിൽ നിന്നും ബഹിരാകാശത്തേക്ക് എത്താൻ എടുത്തത് 27 മണിക്കൂറാണ്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. Lots of cheering here in the room, big hugs. Sunny William coming through in her blue flight suit. And followed shortly behind by Commander of Starliner Butch Wilmore, now back on the space station, the third visit for both astronauts and the first crewed flight test. ഹീലിയം ചോർച്ചയൊക്കെ തുടക്കം മുതലുണ്ടായി. അവിടെ വെച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടായെങ്കിലും അതൊക്കെ വളരെ മനസാന്നിധ്യത്തോടു കൂടി അവർ രണ്ടുപേരും അത് മാനേജ് ചെയ്തു. വലിയ സന്തോഷം, നിർണായകമായ ഒരു ബഹിരാകാശ നീക്കമാണ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂ ജേഴ്സിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. നമ്മൾ ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു അല്ലേ? സുനിത വില്യംസിന്റെ ആ ഡാൻസ് കാണുമ്പോഴേ അത് കാല് നിലത്ത് തൊടാതെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് സ്മിത, ഹാഷ്മി. ശരിക്കും നിങ്ങൾ രണ്ടുപേരുമാണ് ഇത് മിസ് ചെയ്തത്. കാര്യം ഈ കാഴ്ച ഒരുപക്ഷെ ഹാഷ്മിക്ക് നേരിട്ട് കാണാമായിരുന്നു. കാരണം ഈ അന്താരാഷ്ട്ര നിലയവുമായിട്ട് ഇവരുടെ പേടകം ബന്ധിക്കുമ്പോൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തായിരുന്നു. അപ്പൊ ഹാഷ്മിക്ക് നേരെ ഒന്ന് എത്തി നോക്കിയാൽ മതിയായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അവരും ഒന്ന് ഹാപ്പി ആയനെയായിരുന്നു. എനിവേ, ഈ വാർത്തയിലേക്ക് വന്നാൽ ഈ സ്റ്റാർലൈനർ പേടകത്തിലൂടെ മനുഷ്യരെ ഇത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ബോയിങ്ങും അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട സാങ്കേതിക സഹായം നൽകിയ നാസയും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയെന്നുള്ള വാർത്ത നാസ ഇന്ന് ഉച്ചകഴിഞ്ഞ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സ്പേസ് സെന്ററിലുള്ള 7 ബഹിരാകാശ സഞ്ചാരികൾ, അത് 4 അമേരിക്കക്കാരും 3 റഷ്യക്കാരുമാണെന്ന് ഓർക്കണം, ഇരുവരെയും സ്വീകരിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും 8 ദിവസമായിരിക്കും ഈ മറ്റ് സഞ്ചാരികളോടൊപ്പം ഈ അന്താരാഷ്ട്ര സ്പേസ് സെന്ററിൽ ചെലവഴിക്കുക. ഇവർ ഭൂമിയിലേക്ക് അയച്ച ആദ്യ സന്ദേശത്തിൽ ആകാശത്തെ ഏറ്റവും വലിയ പട്ടണത്തിൽ കാൽകുത്തിയതിൽ സന്തോഷിക്കുന്നു എന്നാണ് അറിയിച്ചത്. ന്യൂയോർക്ക് സമയം ഉച്ചകഴിഞ്ഞ് 1:34 ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ആയിട്ടുള്ള സ്റ്റാർലൈനർ പേടകത്തിന്റെ ഡോക്കിംഗ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഭൂമിയിൽ നിന്ന് നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രമാണ് ഈ ഡോക്കിങ്ങിന് വേണ്ട നേതൃത്വമെല്ലാം നൽകിയത്. മണിക്കൂറിൽ 17,500 മൈൽ വേഗതയിൽ ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന പേടകത്തെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന സ്പേസ് സെന്ററുമായിട്ട് ബന്ധിപ്പിക്കുകയായിരുന്നു. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് വെച്ച് നടന്നത്. ഇന്നലെ ഫ്ലോറിഡയിലെ നാസയുടെ ബഹിരാകാശ വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചുയർന്ന ഈ പേടകം 27 മണിക്കൂർ സഞ്ചരിച്ചാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഈ യാത്രയിൽ ഇവർ 8 മണിക്കൂറിലധികം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ഹീലിയം വാതക ചോർച്ച ഉണ്ടായത് അല്പം പരിഭ്രാന്തി പരത്തിയെങ്കിലും ഒടുവിൽ സുരക്ഷിതമായി പേടകത്തെ ഈ സെന്ററുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് ഈ ഗുഡ് മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ സ്മിത അഹങ്കാരത്തെ പറ്റി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമേരിക്കയ്ക്ക് അഹങ്കാരത്തിന്റെ ദിവസമാണ്. കാരണം നിങ്ങൾ തന്നെ വാർത്തയിൽ കണ്ടു കാണും, ക്രിക്കറ്റിൽ അമേരിക്ക പാകിസ്ഥാനെ, ഏറ്റവും പ്രബലമായ ടീമിനെ തോൽപ്പിച്ച ഒരു അഹങ്കാരത്തിലാണ്. ഇന്ത്യക്കും അല്പം അഹങ്കാരം ആകാം, കാര്യം ഇതിന്റെ ക്യാപ്റ്റൻ മണാങ് പട്ടേലായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ ബഹിരാകാശ പേടകത്തിൽ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ഉണ്ടായിരുന്നു. അഹങ്കാരം എനിക്ക് തോന്നുന്നു അഭിമാനിക്കാവുന്ന നേട്ടം എന്ന് പറയണായിരിക്കും നല്ലതെന്ന് തോന്നില്ലേ? കാരണം ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ ഈ കുറച്ചൊരു നെഗറ്റീവ് ഇതിലേക്ക് പോവില്ലേ? എന്തൊക്കെ ഉയരത്തിലെത്തിയാലും അഹങ്കരിക്കാനും ഒന്നുമില്ല തിരിച്ചറിവ് അപ്പൊ ശരി, താങ്ക് യു. നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഏതായാലും രാവിലെ വന്നത് അല്ലേ?